പരാതിയെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാവുന്ന രണ്ടാളുകളെ എൻ്റെ അറിവുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രി, രണ്ടൊരു ചാനലുടമ, രണ്ടുപേർക്ക് അറിയാവുള്ളൂ. ആരുടെയാണ് പരാതി? ആളുടെ പേര് പറയണ്ട. പരാതിയുടെ സ്വഭാവം എന്താണ്? എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്? ഇപ്പൊ ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്ത അനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അതെ, അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിന്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പതി കൊടുത്തത്? അതറിയണ്ടേ? ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ രാജ്യത്തുള്ള ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? വക്കീല് പറയുന്ന കാര്യങ്ങള് നിങ്ങൾ കറക്റ്റായിട്ട് ആ പോയിന്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആദ്യം വക്കീൽ പറഞ്ഞ കാര്യം, ഈ പരാതിയെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ രണ്ടാളാണ്. ഒന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം, മറ്റൊന്ന് ചാനൽ മുതലാളിക്ക് അറിയാം. ആരാണ് ഈ ചാനൽ മുതലാളി? എന്താണ് ചാനൽ മുതലാളിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം? എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? ഈ ചാനൽ മുതലാളിക്കെതിരെ ഇപ്പോ കേരളത്തിന്റെ DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ട് അന്വേഷണം നടക്കുന്ന മറ്റൊരു കേസ് കൂടി ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ചാനൽ മുതലാളിയുടെ ലക്ഷ്യം? എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ചാനൽ മുതലാളിയും തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത്? ഒരൊറ്റ കാര്യം, രണ്ടു പേർക്കും ഗുണങ്ങളുണ്ട്. ഈ പാലത്തിലൂടെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളുണ്ട്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ, അത് തന്നെയാണ് ചാനൽ മുതലാളിയുടെ ലക്ഷ്യം. മുട്ടിൽ മരം മുറിക്കൊള്ള 40-ലധികം കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മുട്ടിൽ മരം മുറിക്കൊള്ള ഒതുക്കി തരണം. യെസ്, ഒതുക്കിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ചാനൽ മുതലാളിക്കെതിരെ 40-ലധികം കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെ അതിനുശേഷം ഒരു നടപടികളും ആ പറയുന്ന കേസിൽ ഉണ്ടായിട്ടില്ല. ആ കേസ് ഒതുക്കണം എന്നതാണ് ചാനൽ മുതലാളിയുടെ ആവശ്യം. തിരിച്ച് സഖാക്കൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലെ പെടുത്തണം. രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെ പെടുത്തണം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ പെടുത്തിയാൽ പോരാ. കാരണം കേരളം ചർച്ച ചെയ്യണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പെടുത്തണം. പെടുത്തി, നല്ല 8 നിലയിൽ പെടുത്തി. ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് വരികയാണ്. ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് പുകമറയായിരുന്നുവെങ്കിൽ ഇപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി അതിന്റെ വ്യക്തതയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ ചാനലുകളിൽ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. വക്കീല് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇന്നിപ്പോ കേസ് രജിസ്റ്റർ ചെയ്ത പിന്നെ എന്തൊക്കെയാണ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങള് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാം. ഇപ്പോഴിതാ അതിജീവിതയുടെ മൊഴി എടുക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിജീവിതയുടെ മൊഴി എടുക്കട്ടെ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതാണല്ലോ അതിജീവിത ഡയറക്റ്റ് പോയിട്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതിന്റെ അസ്വാഭാവികത എവിടെ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് സ്വമേധയാ കേസെടുത്ത് അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് സ്വമേധയാ കേസെടുത്ത് ഒരു സംഘം അന്വേഷണത്തിന് ഇറങ്ങി. അവര് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ പറയുന്ന പരാതിക്കാരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തി, അന്വേഷണങ്ങൾ നടത്തി. അവർ കവലകൾ തോറും നടന്ന് പരാതിക്കാരെ അന്വേഷിച്ചു നടന്നു. എന്നിട്ടൊന്നും ഒരു പരാതിക്കാരെ കണ്ടെത്തിയില്ല. ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിട്ടും എന്തേ ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ പരാതിക്കാരി പോവാതിരുന്നത്? എന്തേ മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ട് പരാതി ഉന്നയിച്ചത് എന്തുകൊണ്ടാ? ഒന്നത്. 2, കേരളത്തില് ഒരുപാടധികം പീഡന കേസുകൾ നടന്നിട്ടുണ്ട്. ഈ എല്ലാ പീഡന കേസുകളിലും പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലാണോ എത്തിയത്? ആണോ? അല്ല. അപ്പോ ഈ പറയുന്ന പുകമറ, ആ പുകമറ വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്ത് ഉണ്ടാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ചർച്ചകളിൽ ശബരിമലയുണ്ടോ? പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനുണ്ടോ? പിണറായി വിജയനുണ്ടോ? മുരാരി ബാബു ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ടോ? മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചർച്ച രാഹുൽ മാങ്കൂട്ടം മാത്രമാണ്. അത് തന്നെയായിരുന്നു ലക്ഷ്യവും, അല്ലേ? അത് തന്നെയായിരുന്നു ലക്ഷ്യവും. അപ്പൊ ഈ ചാനൽ മുതലാളിയുടെ ഇൻട്രസ്റ്റ്, ആ ഡീല്, വിജയനുമായിട്ടുണ്ടാക്കിയ ഡീല് തന്നെയാണ് ഇതിന്റെ പര്യവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ,
ആ കേസ് ഹൈക്കോടതിയിലെ അഭിഭാഷകന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഇവരാരും പ്രതീക്ഷിക്കാത്ത ചില ടെസ്റ്റുകൾ അതിനിടയിൽ ഉണ്ടായി. മനസ്സിലായില്ലേ? ഈ പരാതിക്കാരോ അല്ലെങ്കിൽ പരാതിക്കാരെ ഉണ്ടാക്കിയവരോ അവര് ഈ പറയുന്ന ഫോം ചെയ്തിരിക്കുന്ന പരാതിയോ ഇതൊന്നും ഇവർ മനസ്സിൽ കാണാത്ത ഒരു സംഭവം അതിനിടയിൽ സംഭവിച്ചു. ഇവർക്കെല്ലാം ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു, അല്ലെങ്കിൽ സമ്മതിക്കേണ്ടി വന്നു. അതിന് തിരകൊളുത്തിയത് ആദ്യം അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇന്നലെ 2024 വിവാഹിതയായ സ്ത്രീ, ആ സ്ത്രീ എങ്ങനെയാണ് രാഹുലുമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഇടപാടുകളിലേക്ക് നടന്നെത്തിയത് എന്നുള്ള ചോദ്യമാണ് ദീപ ജോസഫ് ഉയർത്തിയത്. അതേ ചോദ്യം തന്നെ രാഹുൽ ഈശ്വറും ഏറ്റുപിടിക്കുന്നത് നമ്മൾ കണ്ടു. അവസാനം മാധ്യമങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. മാതൃഭൂമിയിലെ അഭിലാഷിന് അത് സമ്മതിക്കേണ്ടി വന്നു. റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതി പരുത്തിക്കാടിന് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോരുത്തർക്കും സമ്മതിക്കേണ്ടി വന്നു, അല്ലേ? അപ്പോ കാര്യങ്ങള് എവിടെ വരെ ചെന്നെത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇനി കാര്യങ്ങൾ ഇത്രയും ദിവസം മാധ്യമങ്ങളുടെയും പുകമറകൾ ഉണ്ടാക്കിയവരുടെയും കോർട്ടിലാണ് ബോൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ ബോള് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കേസ് കോടതിയിലേക്ക് എത്തണമെന്ന് രാഹുൽ അതിയായി ആഗ്രഹിച്ചിരുന്നു. കാരണം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ രാഹുലിന് പല കാര്യങ്ങളും പറയാനുണ്ട്. രാഹുൽ ആ കാര്യങ്ങളൊന്നും പറയാതിരുന്നതും മുമ്പ് പല ആരോപണങ്ങൾ വരുന്നപ്പോൾ പലരും പല രീതിയിൽ പ്രതികരിച്ചു. വിജയ് ബാബു അങ്ങ് ദുബൈയിൽ പോയിരുന്നു കൊണ്ട് അവിടെ നിന്ന് ഇരയുടെ പേരും ഐഡന്റിറ്റിയും ഒക്കെ വലിച്ചു കീറി പുറത്തിട്ടു. രാഹുല് ഇത്രയും ദിവസം തന്റെ ഭാഗം പറയാതിരുന്നതിനുള്ള കാരണം ഈ പറയുന്ന ആളുടെ ഐഡന്റിറ്റി പുറത്താവാതിരിക്കാനും ആ കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ തന്നെ വഞ്ചിച്ച ആ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്, ആ ഭർത്താവിന് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാനും എന്നുള്ള മാനസിക പരിഗണന വെച്ചിട്ടാണ് രാഹുൽ ഇതൊന്നും പറയാതിരുന്നത്. പക്ഷെ കോടതിയിൽ രാഹുലിന് ഇത് പറയാം. കാരണം എന്ന് പറയുന്നത്, രാഹുൽ പറയുന്ന കാര്യങ്ങൾ വാർത്തയാകില്ല, അതൊന്നും പുറത്തേക്ക് വരില്ല, കാരണം അത് കോടതിക്കുള്ളിലാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് രാഹുൽ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അത് തന്നെയാണ് വക്കീലും പറയുന്നത്. വക്കീല് കാഞ്ഞ ബുദ്ധിക്കാരനാ. വക്കീല് ഇപ്പോ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഇതിന്റെ ഗൂഢാലോചനകളിലേക്കാണ് വക്കീല് കടന്നു പോകുന്നത്. വക്കീൽ അതിനു വേണ്ടിയിട്ട് ചാനൽ മുതലാളിനെ അതിലേക്ക് വലിച്ചിഴക്കുന്നുണ്ട്. വക്കീല് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തില് വക്കീൽ ഒരു പുപ്പുലിയാണ്. മാത്രമല്ല, പുഷ്പം പോലെ കോടതിയിൽ വക്കീൽ പറയേണ്ട കാര്യങ്ങൾ അവർ പറയും. അത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനൊന്നും ഇതിൽ പോകുന്നില്ല. പിന്നെ രാഹുൽ എന്തിനാ മാറി നിന്നതെന്ന് ചോദിച്ചാല്, നമ്മുടെ നാട്ടിലൊരു കീഴ്വഴക്കമുണ്ടല്ലോ. ഇപ്പൊ പരാതി കിട്ടിയാല് ആദ്യം അന്വേഷണം നടത്തിയിട്ട് കോടതി പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള സാവകാശമൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറില്ല. നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യാ, പരാതി കിട്ടിയാല് ഉടനടി അപ്പുറത്ത് നിൽക്കുന്നവന് എന്താണോ അവനിക്ക് എന്ത് പറയാനുണ്ടോ ഇതൊന്നുമല്ല ആലോചിക്കുന്നത്. അല്ലെങ്കിൽ കോടതി എന്തായിരിക്കും ഇതിന്റെ ഫൈൻഡിങ്സ്, ഇതിന്റെ നിയമസാധുതകൾ എന്തൊക്കെയാണ്, എവിടെ വരെ എത്തും എന്നുള്ളതൊന്നും അവിടെ പരിഗണനാ വിഷയമല്ല. ഒരു സ്ത്രീ ചെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാല് അടുത്തത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ എതിർചേരിയിൽ നിൽക്കുന്ന വ്യക്തിയുടെ അറസ്റ്റാ. അങ്ങനെ നിങ്ങളുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് ജയിലഴിക്കുള്ളിൽ പോയി കിടക്കാൻ സൗകര്യമില്ലടോ. അതുകൊണ്ട് തന്നെയാ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുന്നത്. കളികള് വേണ്ട രീതിയിൽ കളിക്കാൻ തന്നെയാ, നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ടാണ് രാഹുൽ മാറിയതും മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതും വക്കീലിനെ കണ്ടതും വക്കീലുമായി സംസാരിച്ചതും. അതൊന്നും ചുമ്മാതെ ഉണ്ടാക്കിയെടുത്തതല്ല. അല്ലാതെ നിങ്ങൾ അകത്തിടണം എന്ന് കരുതുമ്പോൾ അതിന് നിന്ന് തരാൻ രാഹുലിന് സൗകര്യമില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോ നമ്മൾ പലതും പറയുന്നത് കേൾക്കുന്നുണ്ട്. തൂക്കിയെടുത്ത് അകത്തിടും. നിന്റെയൊക്കെ വീട്ടിലാണല്ലോ രാഹുൽ ഇരിക്കുന്നത്, തൂക്കിയെടുത്ത് അകത്തിടാൻ. സനോജ് പറയാ തൂക്കിയെടുത്ത് അകത്തിടുന്നു. ആര്? രാഹുലിനെയാ. ഒരു ചുക്കും ചെയ്യില്ല. മനസ്സിലായില്ലേ? നിന്റെ വീട്ടിലല്ല സനോജ രാഹുൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അമ്മാതിരി വരട്ടലൊന്നും വേണ്ട കേട്ടോ. നിയമമുണ്ട് ഈ രാജ്യത്ത്. പിണറായി വിജയന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടല്ല ഇവിടുത്തെ നിയമം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആദ്യം അടിമകളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഒരു ഒന്നാം തരം ഒരു വക്കീലിനെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത്, ബാക്കി അയാളായിക്കോളും. മനസ്സിലായില്ലേ? അപ്പോ എന്താണെങ്കിലും ഈ ഒരു കാര്യത്തില് വ്യക്തമായ ഗൂഢാലോചനകൾ നടന്നു എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല. വക്കീലും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നതും. ചാനൽ മുതലാളിയും ചാനലും കൂടി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന. ഇതിൽ ഡീല് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വലിയ ഡീല് നടന്നിട്ടുണ്ട്.
ആ ഡീലിനനുസരിച്ചാണ് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഡീല് മറ്റൊന്നുമായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ഘട്ടത്തില് ഒരു വലിയ ബോംബ് പൊട്ടണം, ആ ബോംബായിരുന്നു ഇത് എന്നുള്ളതാണ്. അപ്പോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കരുതുന്നത് പോലെ, ചാനലുകളിൽ വാർത്തകൾ വരുന്നത് പോലെ അത്ര ഗൗരവതരമായ കാര്യങ്ങളൊന്നുമല്ല ഇതിലുള്ളത്. ഇത് ഒരു പീഡന പരാതി, അത്രയേ ഉള്ളൂ. ഇത് കോടതിയിലെത്തുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെ തലതിരിയുമെന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത്, ഈ സ്ത്രീ രാഹുലുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോ ഈ പറയുന്നതൊക്കെ നടന്നു എന്ന് പറയുമ്പോഴൊക്കെ ഇവർ മറ്റൊരാളുടെ ഭാര്യയാണ് എന്നുള്ളതാണ് ഇതിന്റെ മർമ്മപ്രധാനമായ പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ കളിച്ച ഗൂഢാലോചനക്കാരും ഇതിൽ നല്ല ഒന്നാം തരം മറുപടി രാഹുലിന്റെ മുന്നിൽ പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിയിരിക്കുന്നത്. ഗൂഢാലോചനകൾ വ്യക്തമായി കോടതിയിൽ ഉന്നയിക്കുവാനും അതിനെതിരെയുള്ള ഒരു അന്വേഷണം ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള തീരുമാനം വക്കീൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വക്കീലിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.